നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളും നടി അഹാന കൃഷ്ണയുടെ സഹോദരിയുമായ ഹൻസിക കൃഷ്ണയുടെ ഒരു വീഡിയോ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഹൻസിക ബോൾഡ് ലുക്കിലാണ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇൻസ്റ്റഗ്രാമിലെ പെയ്ഡ് സബ്സ്ക്രൈബേഴ്സിനു വേണ്ടി മാത്രമായി പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ആരോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വലിയ വിമർശനമാണ് ഹൻസികയ്ക്കെതിരെ ഉയർന്നത്. കൂടുതൽ സബ്സ്ക്രൈബർമാരെ ഉണ്ടാക്കാനും അതുവഴി പണമുണ്ടാക്കാനും വേണ്ടിയാണ് ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്തതെന്നാണ് ഉയർന്ന പ്രധാന വിമർശനം. കൂടാതെ വീഡിയോയിലെ ഹൻസികയുടെ അപ്പിയറൻസും വിമർശന വിധേയമായി. വീഡിയോ ലീക്ക് ചെയ്യപ്പെട്ട് പുറത്തു വരുന്നതിനു മുമ്പ് 299 രൂപയായിരുന്നു ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ തുക. വീഡിയോ വൈറലായതിനു പിന്നാലെ 390 രൂപയാക്കി വർദ്ധിപ്പിച്ചത് പണമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന ആരോപണത്തിന് ബലം നൽകി. ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹൻസിക. എനിക്ക് പറയാനുള്ളത് എന്ന ക്യാപ്ഷനോടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലാണ് ഹൻസിക തന്റെ ഭാഗം വിശദീകരിച്ചത്. വീഡിയോ പോസ്റ്റ് ചെയ്തത് തെറ്റായി പോയെന്നും അതിന്റെ പേരിൽ 1 മാസമായി വേദനയും കുറ്റബോധവും അനുഭവിക്കുകയാണെന്നും ഹൻസിക പറഞ്ഞു. പണമുണ്ടാക്കാനല്ല ഇത് ചെയ്തത്. വീഡിയോ പോസ്റ്റ് ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ ഡിലീറ്റ് ചെയ്തെങ്കിലും ആ സമയത്തിനുള്ളിൽ സബ്സ്ക്രൈബേഴ്സിൽ ആരോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു എന്നും ഹൻസിക പറഞ്ഞു. ഹൻസികയുടെ വിശദീകരണ പോസ്റ്റിൽ പിന്തുണയുമായി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ കമന്റ് ചെയ്തു. ഹൻസികയുടെ പ്രസ്താവന ഇങ്ങനെ: എല്ലാവർക്കും നമസ്കാരം, ഇത് ഹൻസികയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതട്ടെ. ഇൻസ്റ്റഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ഫീച്ചറിലൂടെ 3 ആഴ്ച മുമ്പ് പങ്കുവച്ച ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ടായി. എന്റെ ഭാഗത്തുനിന്നുണ്ടായ അശ്രദ്ധവും ബാലിശവുമായ തീരുമാനമായിരുന്നു അത്. ഞാൻ അതിൽ വളരെയധികം ഖേദിക്കുന്നു. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ 1 മാസമായി വേദനയോടെയും കുറ്റബോധത്തോടെയുമാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചത്. എനിക്ക് പറയാനുള്ളത് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായേക്കാം. ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് വലിയൊരു തെറ്റായിരുന്നു. ഒന്നും ആലോചിക്കാതെ ഒരു നിമിഷത്തെ എടുത്തുചാട്ടത്തിൽ ചെയ്തു പോയ തെറ്റ്. പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ എനിക്ക് ഇങ്ങനെ ചെയ്തതിൽ ഖേദം തോന്നി. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് 5 മിനിറ്റിനകം എനിക്ക് തോന്നുകയും ഉടൻ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ആ ചുരുങ്ങിയ സമയം കൊണ്ട് സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിച്ചു. പേരിനും പണത്തിനും വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പലരും എന്നെ കുറ്റപ്പെടുത്തി. അങ്ങനെ തോന്നുന്നതിൽ തെറ്റു പറയുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു ലക്ഷ്യം എനിക്കില്ലായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. സ്വന്തം കാര്യം നോക്കാനുള്ള വരുമാനം 20ാം വയസ്സിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിലുപരി വർഷങ്ങളായി എനിക്കും കുടുംബത്തിനും നിങ്ങൾ നൽകുന്ന സ്നേഹവും പിന്തുണയും ഉള്ളതിനാൽ പ്രശസ്തി എന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതോ ഞങ്ങൾക്ക് ഇല്ലാത്തതോ ആയ ഒന്നല്ല. മറ്റൊരു കാര്യമാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചത്. എന്റെ സഹോദരി 1 വർഷത്തിലേറെ കഠിനാധ്വാനം ചെയ്ത, ഞാൻ കൂടി അഭിനയിച്ച സംഗീത വീഡിയോ ഈ സംഭവം നടന്ന് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങാനിരുന്നത്. പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒരൽപ്പം ചിന്തിച്ചിരുന്നുവെങ്കിൽ അവളുടെ കഠിനാധ്വാനത്തെ ബാധിക്കുന്ന ഒന്നും റിലീസിന് മുൻപ് ഞാൻ ചെയ്യില്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇത് ആ മ്യൂസിക് വീഡിയോയെ ബാധിച്ചില്ല. ഇതിനു പിന്നിൽ ആസൂത്രിതമായ പദ്ധതി ഇല്ലായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചെയ്തൊരു തെറ്റായിരുന്നു. എന്റെ ഉള്ളിൽ എക്കാലവും ഒരു നീറ്റലാകുന്ന ഒരു വലിയ തെറ്റ്. എന്റെ തെറ്റായ പ്രവൃത്തി കാരണം വേദന അനുഭവിച്ചത് ഞാൻ മാത്രമല്ല, എന്റെ കുടുംബം കൂടിയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതിന്റെ വൈകാരികമായ പ്രത്യാഘാതവും അനന്തരഫലങ്ങളും ഞങ്ങൾ അനുഭവിക്കുകയാണ്. മറ്റാരെയും ഇത് നേരിട്ട് ബാധിച്ചിട്ടില്ല. വീഡിയോ പുറത്തു വന്നതിനു പിന്നാലെ ഓൺലൈനിൽ എനിക്കെതിരെ ഉണ്ടായ അധിക്ഷേപങ്ങളും ക്രൂരമായ വിദ്വേഷ പ്രചാരണവും വേട്ടയാടലുമെല്ലാം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അറിയപ്പെടുന്ന വ്യക്തി എന്ന നിലയിൽ ആളുകൾ എന്റെ തെറ്റുകളെ വിമർശിക്കുന്നുവെന്നും അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നുവെന്നും എനിക്കറിയാം. അതെല്ലാം പൂർണ്ണമായും ഞാൻ ഉൾക്കൊള്ളുന്നു. എന്നാൽ പല പ്രതികരണങ്ങളും വിമർശനം എന്നതിനപ്പുറം പോയി. കിട്ടിയ അവസരം അവർ നന്നായി ഉപയോഗിച്ചു. തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് റീച്ച് ഉണ്ടാക്കാനും കാഴ്ചക്കാരെ കൂട്ടാനും എന്നെക്കുറിച്ച് നിരന്തരം വീഡിയോകൾ ചെയ്തു. ഈ വിഷയം അവർക്ക് കേവലം കണ്ടന്റ് മാത്രമായിരുന്നു. എന്നെയും കുടുംബത്തെയും മുറിവേൽപ്പിക്കുന്നതായിരുന്നു അത്തരം വീഡിയോയിലെ ഭാഷകൾ. സൈബർ ആക്രമണം നടത്തിയും മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തിയും ജീവിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. എന്റെ തെറ്റുകൾ അവിടെ നിൽക്കട്ടെ.
തങ്ങളെ ഒരു തലത്തിലും ബാധിക്കാത്ത കാര്യത്തിൽ മറ്റൊരു മനുഷ്യനോട് അനായാസം ഇത്രയധികം വെറുപ്പ് കാണിക്കാൻ ആളുകൾക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്ന് എന്നെ അതിശയിപ്പിച്ചു. സഹതാപം പിടിച്ചുപറ്റാനോ ചെയ്ത തെറ്റിൽ നിന്ന് ഓടിയൊളിക്കാനോ അല്ല ശ്രമിക്കുന്നത്. കഴിഞ്ഞ 1 മാസമായി എന്റെ ഉള്ളിലുള്ളത് തുറന്നു പറയണമെന്ന് തോന്നി. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷന്റെ തുക 299 രൂപയിൽ നിന്ന് 399 രൂപയായി ഉയർത്തിയതിനെയും പലരും ചോദ്യം ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഫീച്ചർ തന്നെ പൂർണ്ണമായി നിർത്തിയാലോ എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. എന്നാൽ അത് കൂടുതൽ നെഗറ്റിവിറ്റിക്കും ചർച്ചകൾക്കും മാത്രമേ ഉപകരിക്കൂ എന്ന് എനിക്കറിയാമായിരുന്നു. അതിനാൽ ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഞാൻ തുക കൂട്ടിയത്. ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്ന് ആരെയും നിർബന്ധിക്കുന്നില്ല. എന്റെ ഭാഗം സത്യസന്ധമായി പറയുന്നു എന്ന് മാത്രം. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ സംഭവത്തിന് ശേഷം പെട്ടെന്ന് സബ്സ്ക്രൈബർമാർ വർദ്ധിച്ചത് വഴി എനിക്ക് ലഭിച്ച തുക മുഴുവൻ സാമൂഹിക സേവനത്തിനായി സംഭാവന ചെയ്തു. അതിൽ നിന്നും ഒരു പൈസ പോലും ഞാൻ എനിക്കായി എടുത്തിട്ടില്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ കാരണം വിഷമമോ നിരാശയോ തോന്നിയ എല്ലാവരോടും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളെ ഞാൻ സങ്കടപ്പെടുത്തി എന്നറിയുന്നത് എന്നെയും വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ മോശം ഉദ്ദേശത്തോടെയല്ല ഞാൻ ഇതൊന്നും ചെയ്തത്. ഒരു നിമിഷത്തെ വിവേകശൂന്യത കൊണ്ട് സംഭവിച്ചതാണ് ഇതെന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നു. കഠിനമെങ്കിലും വിലയേറിയ ചില പാഠങ്ങൾ ഈ അനുഭവം എന്നെ പഠിപ്പിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ വിവേകമുള്ള നല്ലൊരു മനുഷ്യനാകാൻ ഇതെന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സംഭവം ചിലരുടെയെങ്കിലും മനസ്സിൽ എന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റിയിട്ടുണ്ടായേക്കാം. എങ്കിലും നിങ്ങൾ ഇതുവരെ അറിഞ്ഞ എന്നിലെ വ്യക്തിയെ ഇത് മാറ്റില്ലെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇന്നും പഴയ ആൾ തന്നെയാണ്. അതേ സ്നേഹത്തോടെ നിങ്ങൾ എന്നെ ഓർക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കാലം കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്നും എനിക്ക് മറ്റൊരവസരം കൂടി നൽകുമെന്നും ഞാൻ കരുതുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നോടൊപ്പം ഉറച്ചു നിന്ന എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എന്നെ പിന്തുണച്ച ഒട്ടനവധി പേർക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദി. സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും ഹൻസിക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.